എടാ അനീഷ് പറഞ്ഞ ഒരാളുണ്ട് ട്ടോ അയില്. ഓനെ ഞാൻ പറഞ്ഞില്ലേ സ്ത്രീ വിരോധിയാണ് ഓന്. ഓനയില് ഭയങ്കരമായിട്ട് ഗെയിം പ്ലാനിങ് ഉള്ള ഒരാളാണ്. ഓൻ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഓനാണ് ഇപ്പൊ എല്ലാരും കൂടി ഇട്ടുകാണ്ട് ശരിയാക്കുന്നത് കേട്ടോ. ഇന്നിപ്പോ രാവിലെ ഒരു സംഭവം ഉണ്ടായേ. പിന്നെ ഓന് ഗുഡ് മോർണിംഗ് പറഞ്ഞുകാണ്ട് ഓൻ തിരിച്ച് മൈൻഡ് ചെയ്തില്ല പറഞ്ഞിട്ട് അതിന് ഭയങ്കര അടി നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അനുമോള് കരയണൊക്കെ ഉണ്ട്. ഓള് എന്തോ പറഞ്ഞു പറഞ്ഞുകാണ്ട് ഓളെ പേരിൽ പ്രശ്നം ഉണ്ടായിങ്ങാണ്ട് ഓളോട് ഭയങ്കര കരച്ചിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് റിദ ഫാത്തിമ എന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ഓളും ഷാനവാസും കൂടി അതിനെക്കുറിച്ച് ഓനെക്കുറിച്ച് ന്യായീകരിക്കാണ്. അതായത് ഈ ഇവനുണ്ടല്ലോ, ഇവനിപ്പോൾ എന്താ അനീഷിനെ പറ്റി ഓള് ന്യായീകരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഷാനവാസും ഓളും കൂടി കുറച്ച് വർത്താനുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഭയങ്കര പ്രശ്നം നടന്നപ്പോൾ ബിഗ് ബോസ് ഇടപെട്ടിട്ടോ. അതിൽ ബിഗ് ബോസ് പറഞ്ഞു, ഒന്ന് രാവിലെ നിങ്ങൾ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ്, എനിക്ക് അതിലൊന്നും മനസ്സിലായില്ല. പ്രേക്ഷകരോട് പറയണല്ലോ എന്താ സംഭവം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആ മൈജി ഇതിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് സമാധാനത്തിൽ നിങ്ങൾ പറയണം എന്താണ് ഇവിടെ ഒന്ന് രാത്രി സംഭവം ഉണ്ടായത്. ഇത് ഒന്നും എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ കാട്ടിക്കൂട്ടിയതൊന്നും. എന്താ സംഭവം എന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓല് പറഞ്ഞ് അനുമോളോട് പറഞ്ഞു, അനുമോൾ ഇന്ന് പിന്നെ എന്തിനാണ് പിന്നെ എന്താ പറയുക ഓല് മേക്കപ്പ് ഇടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എവിടുന്ന കിട്ടിയത് ചോദിച്ചു. അപ്പോൾ ഓൾ അവിടെ കിടന്നുകൊണ്ട് തപ്പുണ്ട്. അപ്പോൾ മറ്റവൻ പറയുന്നുണ്ട് ഓൾക്ക് അത് ശരിക്കും പറയാനും അറിയില്ല. ഓൾ അറിയുന്നത് വാഷ്റൂമിൽ നിന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം പറയുന്നുണ്ട്, മറ്റവൻ പറയുന്നുണ്ട് അത് ഓക്ക് എവിടുന്ന കിട്ടിയത് എന്ന് ഓക്ക് തന്നെ അറിയണില്ല. അതുകൊണ്ട് എങ്ങനെ പറയേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ഇന്ന് രാവിലെ നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് അത് മനസ്സിലാക്കി തരണം എന്നാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഓല് പറഞ്ഞു ഞങ്ങൾ അഭിനയിച്ച് കാണിച്ചു തന്നാൽ മതി ചോദിച്ചു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ എന്താണെങ്കിലും ചെയ്യേ, അത് പ്രേക്ഷകരോട് പറയണമല്ലോ. അപ്പോൾ ഓല് പറഞ്ഞ് അക്ബർ മറ്റവനോട് പറഞ്ഞു, അവൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, എല്ലാവരും പേരും പഠിച്ചു വരുന്നുള്ളൂ. അക്ബർ ഓനോട് പറഞ്ഞു. അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ അനീസിനെ ക്യാരക്ടർ, അതായത് അനീസായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിനയിച്ച് കാണിച്ചു തരാമെന്ന് കണ്ട് ഓൻ അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ അതായത് സാരിക എന്തോ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഓൻ അതിന് മൈൻഡ് ചെയ്തില്ലെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. അങ്ങനെ അതവിടെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അതിലവിടെ പെരും ഒച്ചപ്പാട് നടക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് കണ്ടറിയാം. ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. ബാക്കി എന്താണ് ഇനി ബിഗ് ബോസ് പറയണെന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം.